നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെനാൽറ്റി അടക്കം വുഡ് വർക്ക് ചെയ്ത ഡാർവിൻ ന്യൂനസിൻ്റെ അൺലക്കി പെർഫോമൻസ് ഒന്നും ലിവർപൂളിനെ ബാധിച്ചില്ല. അവർ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ചെൽസിയെ 4-1 തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. യർഗൻ ക്ലോപ്പിന് നല്ല രൂപത്തിൽ യാത്രയപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ താരങ്ങളെന്ന് തോന്നുന്നു. വീണ്ടും കിരീടങ്ങൾ നേടിക്കൊണ്ടാവുമോ ക്ലോപ്പ് പടിയിറങ്ങുക? കാത്തിരുന്ന് കാണണം. എന്തായാലും ചെൽസിയെ 4-1 തോൽപ്പിക്കുമ്പോൾ ലിവർപൂളിനായിട്ട് ജോട്ട, കോണോ ബ്രാഡ്ലി, സബോസ്ലായ്, ലൂയിസ് ഡയസ് എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് എൻകുങ്കുവാണ് ചെൽസിയുടെ ആശ്വാസ ഗോൾ നേടിയിരിക്കുന്നത്. മത്സരത്തിൽ ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജോട്ട, ന്യൂനസ്, ലൂയിസ് ഡയസ് എന്നിവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് പാൽമറും സ്റ്റീർലിങ്ങും ഗലേഗറും ഒക്കെ ചേർന്നുകൊണ്ടാണ് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 23-ാമത്തെ മിനിറ്റിൽ ജോട്ടയിലൂടെ ലിവർപൂൾ ലീഡെടുത്തു. തുടർന്ന് 39-ാമത്തെ മിനിറ്റിൽ കോണോ ബ്രാഡ്ലിയുടെ ഗോള്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ എടുത്തു പറയണം. മികച്ച പെർഫോമൻസ് ആണിപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. RB പൊസിഷനിൽ ലിവർപൂള് മറ്റൊരു ജെമ്മിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 65-ാമത്തെ മിനിറ്റിൽ സബോസ്ലയുടെ ഗോൾ കൂടി വന്നതോടെ അപരാജിത ലീഡിലേക്ക് ലിവർപൂൾ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ 71-ാമത്തെ മിനിറ്റിൽ എൻകുങ്കു ഒരു ഗോൾ അടിച്ചെങ്കിലും അതൊന്നും ലിവർപൂളിൻ്റെ വിജയക്കുതിപ്പിനെ തടയാൻ പാകത്തിലായിരുന്നില്ല. ലൂയിസ് ഡയസ് 79-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതോടെ 4-1 ലീഡായി ലിവർപൂളിന്. തീർച്ചയായിട്ടും ലിവർപൂളാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. 22 കളികളിൽ നിന്ന് 51 പോയിൻ്റായി കഴിഞ്ഞു. അവർക്ക് 21 കളികളിൽ നിന്ന് 46 പോയിൻ്റോടെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2-ാം സ്ഥാനത്തുള്ളത്. എന്തായാലും ക്ലോപ്പിൻ്റെ പടിയിറക്കം കിരീടത്തോടു കൂടിയാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡാർവിൻ ന്യൂനസിൻ്റെ ആ ഒരു പോസ്റ്റിനടിയാണ്. ഇപ്പം നിരവധി തവണയായി ഈ കളിയിൽ ഏതാണ്ട് ഒരു 3-4 തവണ അദ്ദേഹം പോസ്റ്റിനടിച്ചിട്ടുണ്ട്. ഈ സീസണിലെ മൊത്തം കണക്കെടുത്താൽ പോലും ഏറ്റവും അധികം വുഡ് വർക്ക് ന്യൂനസിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രീമിയർ ലീഗിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ കാണിക്കുന്നത്. നമ്മൾ അതിൻ്റെ കണക്ക് sofascore.com പുറത്തുവിട്ടിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കുകയാണ്. ഡാർവിൻ ന്യൂനസ് കഴിഞ്ഞ കളിയിൽ 4 തവണയാണ് വുഡ് വർക്കിൽ അടിച്ചിരിക്കുന്നത്. അപ്പം പ്രീമിയർ ലീഗിൽ ആ ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 14 തവണ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് വുഡ് വർക്കായി പോയിട്ടുണ്ട്. ഒലി വാറ്റ്കിൻസും ഏർലിംഗ് ഹാലൻഡും 7 തവണയാണ് പോസ്റ്റിന് അടിച്ചിട്ടുള്ളത്. എന്തായാലും അതൊന്നും ആ ഒരു അൺലക്കി ആയിട്ടുള്ള വുഡ് വർക്കൊന്നും ലിവർപൂളിനെ ബാധിച്ചില്ല. തകർപ്പൻ ജയം തന്നെ അവർ സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.